2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതായത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. ഈശ്വരാധീന കുറവ് മാറിക്കിട്ടുന്ന, അതായത് ഈശ്വര കടാക്ഷം ലഭിക്കുന്ന ഒരു സമയമാണ്. രോഗങ്ങളും അരിഷ്ടതകളും ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ധനനഷ്ടം മാറ്റാൻ സാധിക്കുന്നു. അതുകൊണ്ട് ലാഭം കിട്ടുന്നു. ബന്ധുവിന്റെ വിരഹം കൊണ്ടുള്ള കഷ്ടതകളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. കടമുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ കുറച്ചെങ്കിലും കടം വീട്ടുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് ചില സന്മനസ്സുള്ളവർ ഒരു EMI അടിസ്ഥാനത്തിൽ ക്രമേണ വീട്ടി തീർക്കുവാനായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നു. ജീവിതത്തിൽ ക്രമേണ ഉയർച്ച വരുന്നതിനൊരു സാധ്യതയുണ്ട്. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറയുന്നു. ചിലർക്ക് അധികാരമുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നു. പൊതുപ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്ക് നാടിന് വേണ്ടി ഗുണകരമായ പലതും ചെയ്യാൻ സാധിക്കുന്നു. സകലതിനും ഉള്ള ഒരു തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ഏതിനിറങ്ങി തിരിച്ചാലും നടക്കാത്ത കാര്യങ്ങളെല്ലാം നടക്കുന്നു. അധ്വാനിച്ചാൽ ധനസമ്പാദനം പല നല്ല രീതികളിൽ കൂടി ധനമുണ്ടാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മികച്ച നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് സാധിക്കുന്നു. അത് മൈനിങ്ങിലുള്ളവർക്ക്, അതായത് ഖനന മേഖലയിലുള്ളവർക്ക് വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾക്കും കുടുംബത്തിനും വേണ്ടി പലതും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. ആടുമാടുകളെ വ്യാപാരം ചെയ്യുന്നവർക്ക് നല്ല കാലമാണ്. ധാരാളം ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വീട് വാങ്ങാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു വീട് നിർമ്മിച്ച് അതിൽ താമസിക്കുവാനായിട്ട് സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം. ഇനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. മറ്റു ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചില കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ചിലർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. ചിലർ സ്വദേശം വിട്ട് അന്യദേശത്ത് പോയി വസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ ഉണ്ടാകും എങ്കിലും വഷളാകുന്നില്ല. ചില കുട്ടികൾ ചൂഷണങ്ങൾക്ക് വിധേയമാകാം. വിദ്യാഭ്യാസവും തുടർന്നു പോകുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കുട്ടികൾ അറിയാതെ പല തെറ്റുകൾ ചെന്ന് ചാടുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചാൽ മതി. ക്രമേണ ധനവും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിലുള്ളവർക്ക് മോശമായ ചില സ്വപ്നങ്ങളൊക്കെ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക്, അതായത് മുതിർന്നവർക്ക് കർമ്മവിഘ്നം വരുന്നതിന് ഒരു ചെറിയ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൽ തൊഴിലിൽ തടസ്സം വരാം. പിന്നീട് അത് ക്രമേണ അങ്ങ് മാറിക്കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചെറുപ്രായത്തിൽ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടുകൾ, അതായത് ഇവിടെ ചില മുൻകാലങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചിലരിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, അതെല്ലാം മാറിക്കിട്ടുന്നു. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നടക്കുന്നു. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഒരു പക്വത വരുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസം തുടർന്നു പോകുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. മികച്ച വിദ്യാഭ്യാസം നേടാൻ ചിലർക്ക് ഭാഗ്യമുണ്ട്. വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് യോഗം കാണുന്നുണ്ട്. ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് ഗവേഷണ രംഗത്തേക്ക് തിരിയുന്നതിനും അതുമൂലം ധാരാളം സംഭാവനകൾ ചെയ്യുന്നതിനും സാധിക്കുന്നു. ചിലർക്ക് ത്വക്ക് രോഗമോ കണ്ടത്തിന് രോഗമോ വരുന്നതിന് സാധ്യതയുണ്ട്. അത് ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നതിന്, അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും സാധ്യമുണ്ട്. ഇഷ്ടവാഹനം വീണ്ടും അവർക്ക് മുമ്പൊക്കെ വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവർക്ക് ഇഷ്ടവാഹനം വാങ്ങാൻ യോഗമുണ്ട്. ചിലർ ഗവേഷണ മേഖലയിലേക്ക് തിരിയുന്നതിനും പല പല കണ്ടുപിടുത്തങ്ങളും ഈ സമയം നടത്തുന്നതിനും സാധിക്കുന്നു. ഏത് രംഗത്തായിരുന്നാലും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ പ്രവർത്തനം, ഉത്സാഹപൂർണമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. പിന്നീട് ക്രമേണ അതെല്ലാം നിങ്ങൾ ബോധിപ്പിച്ചു കഴിയുമ്പോൾ അതെല്ലാം മാറിക്കിട്ടുന്നു. ഈ സമയം അസൂയാലുക്കളും ശത്രുക്കളും നിങ്ങളെ ശല്യം ചെയ്തേക്കാം. ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നതാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു ദോഷമാണത്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ചിലർക്ക് മികച്ച തൊഴിൽ ലഭിക്കുന്നു. അതുവഴി ധാരാളം പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് വിദേശ തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിനും ഇവിടെയും അവർക്ക് യോഗം കാണുന്നുണ്ട്. കേസുകളിൽ ജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് ഭൂമി ലഭിക്കുന്നു. കേസുകൾ, നിലവിലുള്ള കേസിൽ ജയം കണ്ടെത്താൻ സാധിക്കുന്നു. പുതിയ കേസുകൾ തുടങ്ങാൻ പറ്റിയ ഒരു സമയമല്ല. വാഹനം വാങ്ങുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ മേലധികാരികളിൽ നിന്നും ചില ശല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്.
വിദ്യാഗുണം ഏറെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യ കൊണ്ട് പല ഗുണങ്ങളും ഇപ്പോഴും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയം ആരുമായിട്ടും ഒരു വാക്കിനും വഴക്കിനും തർക്കത്തിനും പന്തയം വെപ്പിനും ഒന്നും പോകാതിരിക്കുന്നത് ബുദ്ധിയാണ്. 39 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അന്യ സംസ്ഥാനത്തോ അന്യദേശത്തേക്കോ തൊഴിൽപരമായി പോകേണ്ട സാധ്യത കാണുന്നുണ്ട്. തൊഴിലിൽ വളരെ പുരോഗതിയാണ് കാണുന്നത്. ധാരാളം സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. വീടും വാഹനങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നു. ദേശത്തിന്റെയോ സംഘടനയുടെയോ അമരത്ത് വരുവാനും സാധിക്കുന്നു. ഇവിടെയും വിവാഹത്തിന് യോഗം കാണുന്നു. സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. പല വിധത്തിലും ബഹുമതികൾ ലഭിക്കുന്നു. കണ്ണിനും ഉദരത്തിനും ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചികിത്സിച്ചാൽ ഭേദമാകാം. സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ, വിഷജന്തുക്കളുടെ ഉപദ്രവമോ വരാൻ ഒരു സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. മുതിർന്ന ബന്ധുവിന്റെ വിയോഗം ഉണ്ടാകാം. വ്യാപാരം നടത്തുന്നവർക്ക് ഈ കാലം വളരെ യോജിച്ചതാകുന്നു. ചില അസുഖങ്ങൾ പതുക്കെ തലപൊക്കി തുടങ്ങിയേക്കാൻ ഒരു സാധ്യത ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ചിലർക്ക് ഈ സമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിനും സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. 59 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അംഗങ്ങൾക്ക് രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അധികാരികളോട് അവർ ചെയ്ത അനീതി ചൂണ്ടിക്കാട്ടി അധികാരികള് കോപിഷ്ഠനായിരിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായും വിരോധം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. കേസുകളിൽ പരാജയം വരാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം കേസുകൾ നടത്തുന്നത് നല്ലതല്ല. മാത്രമല്ല ഈ കേസുകൾ തുടങ്ങുവാനും ഒരു കാലം അനുയോജ്യമല്ല. നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം സമൃദ്ധി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വരുമാനം ലഭിക്കാം. ശരീരത്തിന് ഒരു ബലക്കുറവ് മാതിരിയോ വിറയിൽ മാതിരിയോ വരുന്നതിന് സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയം സാഹസികകരമായ കാര്യങ്ങളിൽ മുതിരാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെലവുകൾ നിയന്ത്രിക്കുക. പാഴ്ചെലവുകൾ അതുപോലെ വരാനുള്ള സാധ്യത കാണുന്നുള്ളതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം നല്ലതാണ്. വയറു സംബന്ധിച്ച് ചില രോഗങ്ങൾ വരാം. അൾസർ പോലുള്ള മറ്റു രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ജ്വരം പോലുള്ള പനികളും വരാം. കണ്ണിന് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചിലർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ നിർബന്ധപൂർവം ത്യജിക്കേണ്ടി വരാം. അതായത് മേലധികാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവര് നിർബന്ധപൂർവ്വം ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടതായിട്ട് വരാം. അത് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. 65 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കാലം ചിലർക്ക് വിശ്രമ ജീവിതം നയിക്കേണ്ടതിന് പകരം വേറൊരു കർമ്മ മേഖല തിരഞ്ഞെടുത്ത് അതിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. അതിൽ വളരെ പരിചയസമ്പത്തും അനുഭവജ്ഞാനവും ഉണ്ടെങ്കിൽ അത് വളരെയധികം വിജയിക്കുന്നതാണ്. അല്ലെങ്കിൽ വൻ പരാജയം വന്നേക്കാം. പുതിയ വാഹനം വീടും വാങ്ങുന്നതിന് ഇവിടെയും യോഗം കാണുന്നുണ്ട്. കാർഷിക വിളകൾ ഉള്ളവർക്ക് അതിൽ നിന്ന് ധാരാളം ലാഭം ലഭിക്കുന്നു. ചില പരാതികൾ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നേക്കാം. അവർ ചെയ്യാത്ത കാര്യത്തിന് ചില പരാതികൾ വന്നേക്കാം. വസ്തുവകകൾ വാങ്ങാനും യോഗം കാണുന്നു. ഈ പുതിയ ഉപജീവന മാർഗം രണ്ടാമത് കണ്ടെത്തിയ ഉപജീവന മാർഗം വളരെ സന്തോഷമുള്ളതാകുന്നു. വളരെയധികം ലാഭം കിട്ടുന്നു. വളർത്തു മൃഗങ്ങളും മറ്റും മനസ്സിനെ സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ അന്തരീക്ഷം വരുന്നു. പൊതുവെ ഒരു തൃപ്തികരമായ ജീവിതം കുടുംബസമേതം നയിക്കാൻ സാധിക്കുന്നു. കുടുംബാംഗങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കുവാനും സാധിക്കുന്നു. അതിനുള്ള സമയവും കണ്ടെത്താൻ സാധിക്കുന്നു. 75 വയസ്സിന് മുകളിലോട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഫലമായി വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു. തൊഴിൽപരമായി ചെയ്ത കാര്യങ്ങളെല്ലാം വിജയിച്ചു എന്ന് മനസ്സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ചിലർക്ക് ഒരു സർജറി ഈ കാലഘട്ടത്തിൽ വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ് പൊടി മൂലമോ അല്ലെങ്കിൽ വയറു സംബന്ധമായ ഒരു സർജറിയാണ് കാണുന്നത്. ഏതെങ്കിലും കേസുകളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് ഈ സമയം അന്യദേശത്തേക്ക് പോയി വസിക്കുന്നതിന് യോഗം. ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് മൂലമോ അങ്ങനെ ഒരു സർജറിയോ അല്ലെങ്കിൽ വയറു സംബന്ധിച്ച് ഒരു സർജറിയോ വേണ്ടി വരാം. ഏതെങ്കിലും കേസുകളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹാരം മധ്യസ്ഥ വഴി തീർക്കുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് ഈ സമയം അന്യദേശത്തേക്ക് പോകേണ്ടതായിട്ട് വരാം. പല സന്തോഷങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാകാം. കേസുകൾ, തർക്കങ്ങൾ എന്നിവ നിലവിലുണ്ടെങ്കിൽ വിജയം ലഭിക്കാം. വാഹനത്തിന് ചില അപകടങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയം വണ്ടി ഓടിക്കുമ്പോൾ. ചിലർക്ക് ഈ സമയം വിദേശത്ത് പോയി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ആദിത്യ ഭഗവാന്റെയും ഗുരുവിന്റെയും മാന്തി എന്ന ഗുളികന്റെയും യോഗം നടക്കുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം ചില തടസ്സങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിലൂടെ വൻ വിജയം നേടാൻ സാധിക്കുന്നു.
കാരണം ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് അതെല്ലാം നല്ല വൻ വിജയത്തിലേക്ക് വരുന്നു. ഇതിന് കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ പല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. അതുപോലെ ശക്തമായ ഒരു രാജയോഗം ചിലർക്ക് ലഭിക്കുന്നു. ധനവും പ്രശസ്തിയൊക്കെ ലഭിക്കുന്നു. ഇതുമൂലം ചിലർക്ക് ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ വളരെ അപൂർവം ചിലർ ഗുളികന്റെ സ്വാധീനം മൂലം, അതായത് വലയത്തിൽപ്പെട്ട് അവർക്ക് ചില സമയങ്ങളിൽ അഹങ്കാരം വരുന്നതിനും ഈ സമയം അവർ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാകുന്നതിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ശുക്രന്റെയും കേതുവിന്റെയും യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തയിലും താല്പര്യം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതായത് പ്രണയബന്ധത്തിലായിരുന്നാലും പങ്കാളിത്ത വ്യാപാരത്തിലായിരുന്നാലും അല്ല പ്രേമത്തിലായിരുന്നാലും അതെല്ലാം ചിലരിൽ നിന്ന് അത് പരസ്പര തെറ്റിദ്ധാരണ മൂലം അകന്നു പോകുന്നതിന്, അത് പിരിഞ്ഞു പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചിലര് മാനസികമായി ചിലർക്ക് ഒരു ആശയക്കുഴപ്പം വരുന്നതിന് സാധ്യതയുണ്ട്. ആഡംബര ജീവിതം നയിക്കണമെന്ന ആഗ്രഹവും അത് വേണ്ട, അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ആത്മീയ ചിന്തയിലും തത്വചിന്തയിലും ഒഴുകണമെന്നുള്ള ഒരു താല്പര്യവും കൂടി മനസ്സിനാകെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതായത് മാനസിക സംഘർഷം ഉണ്ടാകുന്നു. ധനപരമായി അതുപോലെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പണം വന്നു ചേരുമെങ്കിൽ തന്നെയും ആ പണം എല്ലാം അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവായി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തിക ജാഗ്രത വേണം. സൃഷ്ടിപരമായ കഴിവുള്ള ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നവരായിരുന്നാലും അല്ലാതെയുള്ള അഭിനയ ശേഷിയുള്ളവരായിരുന്നാലും അതുപോലെ മറ്റു കലാപരമായോ സാഹിത്യപരമായോ ഉള്ളവർക്കായിരുന്നാലും വളരെ നല്ലൊരു സമയമാണ്. അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നു ഈ യോഗത്തിനാല്. അതുപോലെ ചന്ദ്ര രാഹു യോഗം നടക്കുന്നതിനാല് ഈ യോഗത്തിനെ ഗ്രഹണ യോഗം എന്നാ പറയുന്നത്. അതായത് മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും വളരെയധികം അശുഭകരമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ്. അത് മാനസിക സംഘർഷം കൂട്ടുന്ന, അതായത് ഡിപ്രഷൻ മുതലായ മനോവിചാരം ഉള്ളവർക്കാണെങ്കിൽ അതിൽ ചിലർക്ക് ഭയങ്കരമായ സംഘർഷം ഉണ്ടാകുന്നതിന്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് സംശയ രോഗങ്ങൾ ഉണ്ടാകാം. ചുറ്റുമുള്ള ആളുകളെ ഏതു നേരവും സംശയിക്കുക. അതുപോലെ തന്നെ അവർ ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ കാണാണ്ടായാലും അതിനെ ഒരു ദുഷ്പ്രവൃത്തി മൂലം സംശയിക്കുന്നതും എല്ലാം ഒരു രോഗമായിട്ട് വരുന്നു ഈ യോഗത്തിന്റെ കാരണത്താൽ. അതുപോലെ ചിലർക്ക് ഉറക്കക്കുറവുണ്ടാകാം. ചിലർക്ക് വിഷാദ രോഗം വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ദേഷ്യം കൂടുന്നതിനും ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഒക്കെ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.